ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ദേവഗായത്രി ഭാഗം 7. സിറ്റിയിലെ തിരക്കു കുറഞ്ഞ ഒരു കഫേയിലെ ഒഴിഞ്ഞ ടേബിളിന് ചുറ്റും അവൾ 3 പേരും ഇരുന്നു. ഗായത്രി, എഗ്രിമെന്റ് നന്നായി വായിച്ചു നോക്കിയോ? സമ്മതമാണ് ഒപ്പിടാൻ? തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ? അജു ആകാംക്ഷയോടെ ചോദിച്ചു. വായിച്ചു. ഗായത്രി എന്ന ഞാൻ ദേവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ദേവൻ മേനോനെ വിവാഹം ചെയ്യണം. അതും 1 വർഷത്തേക്ക്. അത് കഴിഞ്ഞാൽ രണ്ടാളും 2 വഴിക്ക്. ഈ 1 വർഷം ഞങ്ങളുടെ ബന്ധത്തിൽ ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ ആയിരിക്കണം ഞങ്ങളുടെ പെരുമാറ്റം. എന്നാൽ ഞങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാവില്ല. പരസ്പരം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. 1 വർഷത്തിന് ശേഷം മ്യൂച്വൽ ഡിവോഴ്സ് വാങ്ങി പിരിയണം. ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിലൊന്നും എനിക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല. ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത്. ഇതല്ലേ എഗ്രിമെന്റ്? ഉറച്ച ശബ്ദത്തിൽ ഗായത്രി ചോദിച്ചു. അതെ, സമ്മതമാണെങ്കിൽ ഗായത്രി ഒപ്പിട്ടോളൂ. സമ്മതമല്ല. ഗായത്രിയുടെ മറുപടി കേട്ട അജുവും ദേവയും ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി. ദേഷ്യം വന്ന് ദേവ അവളോടായി ചോദിച്ചു. നീയല്ലേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒപ്പിടാൻ സമ്മതമാണെന്ന് പറഞ്ഞത്? അജു അന്നേ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോൾ നീ ഞങ്ങളെ പൊട്ടന്മാരാക്കാണോ? ദേഷ്യത്താൽ അവൻ്റെ മുഖം ചുവന്നിരുന്നു. എന്നാൽ അവൻ്റെ ദേഷ്യം കണ്ടിട്ടും അവളിൽ ഭയമുണ്ടായില്ല എന്നത് അജുവിനെ ആശ്ചര്യപ്പെടുത്തി. സാധാരണ താൻ ഒഴിച്ച് മറ്റുള്ളവർ അവൻ്റെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടത്തിൽ പോലും ഭയക്കുന്നവളാണ്. എനിക്ക് ഈ എഗ്രിമെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ സമ്മതമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ട അജു സംശയത്തോടെ ഗായത്രിയോട് ചോദിച്ചു. അതെന്തു കാര്യ? ഇതിൽ പറയുന്നുണ്ട് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് പകരമായി 1 കോടി രൂപ തരാമെന്ന്. അത് എനിക്ക് വേണ്ട. ഇത് കേട്ട ദേവ ആശ്ചര്യത്തോടെ അവളെ നോക്കി. എന്നിട്ട് ചോദിച്ചു. വേണ്ടെന്നോ? അപ്പം നിന്റെ കടങ്ങൾ എങ്ങനെ വീട്ടും? അനിയത്തിമാരുടെ പഠിപ്പ്, അമ്മയുടെ ചികിത്സ, നിന്റെ ഫ്യൂച്ചർ, അതിനൊക്കെ പൈസ വേണ്ടേ? വേണം. പക്ഷെ ഈ പൈസ വേണ്ട. അതിനുള്ളതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കടം തിരിച്ചു തരാനുണ്ട്. അതും ഞാൻ തിരിച്ചു തരും. ഞാനിപ്പോൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുന്നത് 2 കാരണങ്ങളെ കൊണ്ടാണ്. അതെന്താ? മനസ്സിലാകാതെ അജു ചോദിച്ചു. ചോദിച്ചില്ലെങ്കിലും അവളുടെ മറുപടി എന്താകുമെന്നൊരു ആകാംക്ഷ ദേവയ്ക്കും ഉണ്ടായിരുന്നു. 1. എല്ലാവരും എന്നെ കുറ്റക്കാരിയായി കണ്ടപ്പോൾ നിങ്ങൾ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്ന് രക്ഷിച്ചു. 2. കൃത്യസമയത്ത് എൻ്റെ അമ്മയുടെ സർജറിക്ക് സഹായിച്ചു. അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും വേണ്ട. ഉറപ്പാണോ? ദേവ ഒന്നുകൂടെ ചോദിച്ചു. ഉറപ്പ്. അവളുടെ വാക്കുകളിലെ ദൃഢത അവനെ ആശ്ചര്യപ്പെടുത്തി. അവൻ അജുവിനോട് പറഞ്ഞു. അജു, നീ ഈ എഗ്രിമെൻ്റ് മാറ്റിയടിച്ചു കൊണ്ടുവാ. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ ഗായത്രിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ദേവ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അജു വേഗം അവിടെ നിന്നും പോയി. ഓക്കെ ഗായത്രി, താൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാനും അമ്മുവും മാത്രമേ ഉള്ളൂ. അമ്മു എന്ന് പറഞ്ഞാൽ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ അമ്മ. അച്ഛൻ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചു. അറ്റാക്കായിരുന്നു. അമ്മയ്ക്ക് പണ്ട് തൊട്ടേ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അമ്മേനെ താൻ അന്ന് കണ്ടു കാണുമല്ലോ, നന്ദിനി, കേശവൻ്റെ ഇപ്പോഴത്തെ ഭാര്യ. അവരെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കിഷ്ടമില്ല. അവൻ്റെ വാക്കുകൾ ഗായത്രി ഞെട്ടലുണ്ടാക്കി. നന്ദിനിയോട് അന്ന് അവൻ സംസാരിച്ചിരുന്നത് കേട്ടെങ്കിലും അവർ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടാകുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛനുണ്ടാക്കിയ സ്വത്തെല്ലാം അമ്മുൻ്റെ പേരിൽ എഴുതി വെച്ചു. ആ സ്ത്രീയും അവരുടെ കാമുകനും തമ്മിലുള്ള ബന്ധമറിഞ്ഞ് നെഞ്ചു പൊട്ടിയാണ് അച്ഛൻ മരിക്കുന്നത്. അച്ചാച്ചനും അച്ഛമ്മയും മുന്നേ മരിച്ചിരുന്നു. അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ അമ്മ തൻ്റെ കാമുകനൊപ്പം പോകുമെന്നും അച്ഛന് അറിയാമായിരുന്നു. പിന്നെ ഞാനന്ന് കുട്ടിയായിരുന്നു. എൻ്റെ പേരിൽ ഇത്രയും സ്വത്ത് എഴുതി വെച്ചാൽ അത് എൻ്റെ ജീവന് അപകടമാകുമെന്നും അച്ഛനറിയാമായിരുന്നു. അതാണ് അമ്മുൻ്റെ പേരിലാക്കിയത്. അമ്മ അമ്മൂമ്മയെ പോലെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മൂമ്മനെ വിശ്വാസമായിരുന്നു. ഇതാണ് എൻ്റെ പാസ്റ്റ്. തന്നെ നോക്കിയിരിക്കുന്ന ഗായത്രിയോട് ദേവ തുടർന്നു. ഇപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. അമ്മൂന് എൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണം. എനിക്കാണെങ്കിൽ കല്യാണം പോയിട്ട് പെണ്ണെന്ന് കേട്ടാൽ തന്നെ അലർജിയാ. അതുകൊണ്ട് സമ്മതിക്കാതെ ആയപ്പോൾ അമ്മു ഒരു തീരുമാനം എടുത്തു. അമ്മു പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ സ്വത്തൊക്കെ എൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വയ്ക്കും. അതെനിക്കിഷ്ടമല്ല. എനിക്ക് ആ സ്വത്ത് കിട്ടണമെന്ന് ആഗ്രഹമില്ല. അച്ഛനുണ്ടാക്കിയതല്ലാതെ ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ എൻ്റെ പേരിലുണ്ട്.
അതുകൊണ്ട് അച്ഛനുണ്ടാക്കിയത് ഈ ലോകത്ത് ആർക്കു കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ബട്ട് അവർക്കൊന്നും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് പറയുമ്പോൾ നന്ദിനിയോടുള്ള വെറുപ്പ് അവൻ്റെ മുഖത്ത് നിറയുന്നത് ഗായത്രി ശ്രദ്ധിച്ചു. അപ്പോൾ അമ്മുവിൻ്റെ കണ്ണിൽ പൊടിയിടാനാണ് ഈ കല്യാണം അല്ലേ? അതെ, ഗായത്രി ചോദിച്ചതും ദേവ നിസ്സംശയം മറുപടി പറഞ്ഞു. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് ഇതെല്ലാം അറിയുമ്പോൾ പ്രശ്നമാവില്ലേ? അപ്പോഴും ഈ സ്വത്തൊക്കെ എഴുതി കൊടുക്കാലോ. അപ്പോൾ എന്തു ചെയ്യും? അമ്മുവിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്നാണ്. അതുകൊണ്ട് അമ്മു പറയുന്ന ആളെ കല്യാണം കഴിക്കില്ല എന്നും. അമ്മുവിന് എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അത് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രണയം സത്യസന്ധമാണെന്ന് എന്ന് തോന്നുന്നോ അന്ന് ആ നിമിഷം അമ്മു സ്വത്തൊക്കെ എൻ്റെ പേരിലാക്കും. ഓ, അപ്പോൾ ഈ 1 കൊല്ലത്തിനുള്ളിൽ അഭിനയിച്ച് തകർത്ത് ആ പാവത്തിനെ പറ്റിക്കണമല്ലേ? പുച്ഛത്തോടെ ഗായത്രി ചോദിച്ചതും ദേവിക്ക് ദേഷ്യം വന്നു. അത് എൻ്റെ അമ്മു അല്ലേ, നിൻ്റെ ആരുമല്ലല്ലോ. വല്ലാണ്ടുള്ള സെൻറ്റിയൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് അഭിനയിച്ചാൽ മതി, കേട്ടല്ലോ. അതിന് ഗായത്രി മറുപടി പറയും മുമ്പേ അജു മാറ്റി എഗ്രിമെൻറ്റുമായി വന്നു. അപ്പം എങ്ങനാ, ഒപ്പിടല്ലേ ഗായത്രി? അജു ചോദിച്ചതും ഗായത്രി കണ്ണടച്ച് 1 നിമിഷം പ്രാർത്ഥിച്ചു. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ചെയ്യാൻ പോകുന്ന തെറ്റിന് സർവ്വദൈവങ്ങളോടും ദൈവതുല്യനായ അച്ഛനോടും ക്ഷമ ചോദിച്ചു. ശേഷം എഗ്രിമെൻ്റ് ഒപ്പിട്ടു. ഗായത്രിക്ക് പിന്നാലെ ദേവയും ഒപ്പിട്ടു. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി എന്താ ദേവ പരിപാടി? ഇവിടെ അമ്മുൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. ആ പിന്നെ, നീ എൻ്റെ ഓഫീസിലെ അക്കൗണ്ടൻ്റ് ആണ് എന്നാണ് അമ്മുവിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ട് പരസ്പരം മനസ്സിലാക്കി പ്രണയമായതാണെന്നും മനസ്സിലായല്ലോ. പിന്നെ തനിക്ക് ഒരു ജോലി വേണമല്ലോ എൻ്റെ കടം വീട്ടാൻ. അതുകൊണ്ട് നാളെ തൊട്ട് ജോയിൻ ചെയ്തോളൂ. ദേവ പറഞ്ഞതും ഗായത്രിക്ക് ആശ്വാസം തോന്നി. ദേവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് കൊടുക്കുന്ന സാലറി മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ബാധ്യതകൾ തീർക്കാൻ അത് ഉപകരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് നല്ല ഐഡിയ ആണ് ദേവ. എന്തു പറയുന്നു ഗായത്രി? സമ്മതം. അപ്പോൾ ദേവ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കേടാ. അവർ മൂവരും അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. അജു തൻ്റെ കാർ എടുത്ത് 2 ആളോടും യാത്ര പറഞ്ഞു പോയി. ദേവയും തൻ്റെ കാർ എടുത്ത് കൊണ്ടുവന്നു. വാ, ദേവ വിളിച്ചു. 1 നിമിഷം ആലോചിച്ച് നിന്നു ഗായത്രി കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്നു. എങ്ങോട്ടേക്കാ? ഞാൻ നിൻ്റെ ഡ്രൈവറല്ല. പിന്നെ ഇപ്പം നീ എൻ്റെ കാമുകിയാ. വന്ന് മുന്നിൽ കയറടി. ഒച്ച ഉയർത്തി ദേവ പറഞ്ഞതും തുറന്ന ഡോർ വലിച്ചടച്ചു ഗായത്രി മുന്നിൽ വന്നു കയറി. ദേ, എന്നെ എടി പോടി എന്നൊന്നും വിളിക്കാമെന്ന് എഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല. എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. സൗകര്യപ്പെട്ടില്ലെങ്കിലോ? എൻ്റെ അമ്മന് നമ്മൾ തമ്മിലുള്ള അടുപ്പം പെട്ടെന്ന് വിശ്വാസം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും. 1 കൊല്ലം നീ ഇത് സഹിച്ചേ പറ്റൂ, കേട്ടോടി. വന്ന ദേഷ്യം കടിച്ചിറക്കി ഗായത്രി പുറത്തേക്ക് നോക്കിയിരുന്നു. ഇത്രയും ദിവസത്തെ വിശ്രമമില്ലാത്ത ഓട്ടത്തിൻ്റെ ക്ഷീണത്തിൽ അവൾ പതിയെ മയങ്ങിപ്പോയി. ഡീ, പോത്ത് പോലെ ഉറങ്ങാണ്ട് എനിക്ക് വീടെത്തി. ദേവിയുടെ വിളിയിൽ ഞെട്ടി എണീറ്റ ഗായത്രി കണ്ടത് കാറിന് മുന്നിൽ കൊട്ടാരം പോലെയുള്ള വീടാണ്. അവൾ കാറിൽ നിന്നിറങ്ങി മുന്നിൽ നടക്കുന്ന ദേവയെ അനുഗമിച്ചു. ഡോറിനടുത്തേക്ക് എത്താറായപ്പോൾ അജു അവിടെ നിൽക്കുന്നത് അവർ കണ്ടു. വേഗം വാ, ആള് നല്ല സന്തോഷത്തിലാ. ഗായത്രി, അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്. അകത്തേക്ക് കയറുന്ന ഗായത്രിയോട് അജു പറഞ്ഞു. അകത്തേക്ക് കടന്ന ഉടൻ തന്നെ ഗായത്രി കണ്ടു തങ്ങളെ സ്വീകരിക്കാനായി നിറപുഞ്ചിരിയോടെ പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന അമ്മുവിനെ. അടുത്തെത്തിയ ഉടനെ തന്നെ അവർ അവളെ 2 കൈകളും നീട്ടി കെട്ടിപ്പിടിച്ചു നെറ്റിത്തടത്തിൽ ചുംബിച്ചു. ഗായത്രി അവിടെ കാലു തൊട്ട് തൊഴുതു. അവളുടെ ആ പ്രവൃത്തി അവരുടെ മനസ്സ് നിറച്ചു. എണീക്കുമോളെ, അവർ പതുക്കെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവൻ്റെ മനസ്സിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖം തിരിക്കുന്നവനായിരുന്നേ. ഇപ്പോൾ നേരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. വെറുതെ അല്ല ഇവൻ്റെ മനസ്സിളകിയത്. സുന്ദരി കുട്ടിയാട്ടോ. അമ്മുവിൻ്റെ കമൻറ്റ് കേട്ടു ദേവ മനസ്സലച്ചിരിച്ചു. പാവത്തിന് അറിയില്ലല്ലോ ഇതൊക്കെ നാടകമാണെന്ന്. ദേവ ഗായത്രിയുടെ അടുത്തു വന്ന് 1 കൈകൊണ്ട് അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അമ്മു, ഇതാണ് ഗായത്രി,
എൻ്റെ സ്വന്തം ഗീതു. ഞാൻ അങ്ങനെയാ വിളിക്കാറ്. പുതിയ പേര് കേട്ടതും ഗായത്രിയും ഒപ്പം അജുവും ആശ്ചര്യത്തോടെ ദേവയെ നോക്കി. ഗായത്രി അതുവരെ കണ്ട ദേവയായിരുന്നില്ല അപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. മുഖത്ത് സ്ഥായിയായ ദേഷ്യത്തിന് പകരം ചെറുപുഞ്ചിരിയാണ്. അത് അവൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ഇത്രയും നേരം അധികം സംസാരിക്കാതെ ഇരുന്ന ആളാണ് ഇപ്പോൾ വാചാലനായിരിക്കുന്നത്. അരക്കെട്ടിലെ അവൻ്റെ കൈസ്പർശം അവളെ കുളിരു കോരിച്ചു. പതുക്കെ അവൾ ആ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒന്നുകൂടി ബലത്തിലായി പിടുത്തം. ദേഷ്യത്തിൽ അവനെ നോക്കിയതും അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടി അവളെ പതുക്കെ മോചിപ്പിച്ചു. അമ്മു വന്ന് അവളുടെ കൈ പിടിച്ചു തൻ്റെ അടുത്തായി ഇരുത്തി. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം. ഗീതുമോള് വാ, ഇവിടെ ഇരിക്ക്, എന്നിട്ട് എന്തെങ്കിലും പറ. അമ്മു അവളെ അടുത്തു പിടിച്ചിരുത്തി മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. അമ്മൂന് അവളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടല്ലേ? പിണങ്ങല്ല മോനെ, ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അല്ലാതെ നിന്നെ ഞാൻ മറക്കുമോ? ശരി ശരി ഗീതു, നമുക്ക് വേഗം തിരിച്ചു പോകണ്ടേ? ഇത്ര പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞു പോകാം. ഞങ്ങളൊന്നും സംസാരിച്ചു കൂടിയില്ല. സങ്കടത്തോടെ ദേവകി പറഞ്ഞതും അതൊക്കെ ഇനി കല്യാണം കഴിഞ്ഞുമാവാലോ അല്ലേ ഗീതു? അവളെ നോക്കി അവൻ ചോദിച്ചതും അതെ എന്ന പോലെ അവൾ തലയാട്ടി. അതും ശരിയാ. അല്ല അജു, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ എന്താ പറയുക, ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. ദേവയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു അജു പറഞ്ഞു. അപ്പോൾ മോളെ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. നിനക്ക് സമ്മതമല്ലേ? അമ്മു ഗായത്രിയോട് ചോദിച്ചു. അമ്മു അത് പിന്നെ പെട്ടെന്ന് നടത്താൻ പറ്റില്ല. ഗായത്രി പറഞ്ഞതും മനസ്സിലായില്ല എന്ന പോലെ അമ്മു അവളെ നോക്കി. കള്ളക്കളിയൊക്കെ പൊളിഞ്ഞോ എന്ന ഭയത്തിൽ ദേവയും അജുവും പരസ്പരം നോക്കി.